കുഴപ്പമില്ലല്ലോ. അത് പോട്ടെ. ഞാൻ കയറൂ അപ്പുറം ഞാൻ ഓടിക്കുന്ന എടുത്തു വന്നാൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഗായ്സ്. ഇന്ന് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്ന വ്ളോഗാണ് ചെയ്യാൻ വന്നത് ഗായ്സ്. അപ്പോൾ നമ്മൾ രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി നേരെ ഫ്രണ്ടിനെ കൂട്ടാൻ പോയി. നമ്മളൊപ്പം ഒരു കപ്പിൾസും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ 4 ആളും കൂടി നേരെ പിന്നെ ഊട്ടിയിലേക്ക് വിട്ടു. ഊട്ടിയിലൊരു 4 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിന് ഇരുട്ടായിരുന്നു. ആ ഇരുട്ടത്ത് കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലം കണ്ട് അവിടെ നമ്മൾ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഈ ഇരുട്ടത്ത് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ വെളിച്ചത്താണ് എന്ത് ഭംഗിയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിർത്തിയതായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ സൂര്യൻ വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. കുറേ കൂക്കിയിട്ടൊക്കെ സമയം കളഞ്ഞ് ഊരിയിട്ട് കളിച്ചു കേസ് നമ്മൾ. അവിടത്തേക്ക് വെളിച്ചമൊക്കെ വന്ന് അങ്ങനെ സൂര്യൻ വന്നപ്പോൾ മോനെ നല്ല അതിമനോഹരമായ സ്ഥലം, നല്ല കോട മൂടിയ മലനിരകളും തട്ടായി നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് നമ്മൾ വായി വലിച്ച് നോക്കി വന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് അങ്ങനെ സൂര്യമാമൻ വന്നുകൊണ്ട് നമ്മളിനി വെളിച്ചമൊക്കെ വന്നതല്ലേ, ഇനി മേലോട്ടൊക്കെല്ലാം കയറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും സനിയും കൂടിയിട്ട് അങ്ങനെ മേലേക്ക് കയറിയായിരുന്നു. അങ്ങനെ സ്ലോമോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വെറുതെ. അങ്ങനെ നമ്മൾ എല്ലാവരും തേയിലത്തോട്ടത്തിൻ്റെ അങ്ങ് മേൽഭാഗത്തെല്ലാം പോയി. അങ്ങനെയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ മലയെല്ലാം നല്ല നല്ല വലിയ വലിയ മലയും അല്ല കോട മൂടി കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോട കാണാൻ. എത്ര കണ്ടാലും പിടിയാത്ത ഒന്നാണെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ല ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തണുപ്പ്. എൻ്റെ ഉമ്മ എന്നെ പറയല് ഞാൻ മഞ്ഞ സ്ഥലത്ത് കരടിയാണെന്നാണ്. കാരണം മഞ്ഞ സ്ഥലത്തില്ല ഒരു വെള്ളക്കരടി, ആ മഞ്ഞ സ്ഥലത്ത് മാത്രം നിൽക്കുന്നത്. അതാണ് ഞാൻ എന്നാ പറയൽ. കാരണം എനിക്ക് ചൂട് പറ്റുകയില്ല, തണുപ്പ് എത്രയും പറ്റുമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഊട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. കാരണം നല്ല തണുപ്പായതുകൊണ്ട് വായിലോട്ടൊക്കെ പുക പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല രസമുണ്ടായിന് വായിലോട്ട് പുകയെല്ലാം വിട്ട് കളിക്കാൻ. അങ്ങനെ ഓൻ എന്നോട് സ്ലോമോ എടുത്തിട്ട് വെച്ചുകൊണ്ട് ചെക്കിന് ഞാൻ സ്ലോമോ എടുത്ത് കൊടുത്തിരുന്നു ഗൈസ്. കാരണം ഇന്ന് ഇടയ്ക്ക് ഒരു മരം വന്നിട്ട് ബോറാക്കി എന്ന് പറയുന്നുണ്ടായി. ഞാൻ അതൊരു രസമാണെന്നുണ്ടെങ്കിൽ എടുത്തു കൊടുത്ത് അങ്ങനെ അവൻ ഓടിപ്പോയിട്ട് ഓടി തിരിച്ചു വന്ന്. ഭയങ്കര വലിയതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ചെറിയൊരു ഭാഗം മാത്രം ആഡ് ചെയ്തു. ഏർലി മോർണിങ്ങിന് ആ ഒരു വെളിച്ചത്ത് പ്ലെയിൻ പോകുന്നതാണ് നല്ല രസമുണ്ട്. ഞാൻ സൂം ചെയ്തപ്പോൾ കിട്ടിയ ഭയങ്കര ദൂരത്തിനുണ്ടതിന്. അങ്ങനെ നമ്മൾ ഇത് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ വളഞ്ഞ ചുറ്റി വന്നപ്പോൾ നമ്മൾ ആദ്യം കണ്ട തേയിലത്തോട്ടത്തിൽ തന്നെ വളഞ്ഞ ചുറ്റി ഈ സൈഡിൽ നമ്മൾ കയറി തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ എത്തി കേസ്. നമ്മൾ വീണ്ടും അതായത് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോൾ ആ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് കണ്ട് ആ തേയിലത്തോട്ടം. നമ്മൾ ഈ തേയിലത്തോട്ടത്തായിരുന്നു അത് അപ്പുറത്തെ ഭാഗത്ത് വീഡിയോസൊക്കെ എടുത്തത്. അങ്ങനെ നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. അങ്ങനെ നമ്മൾ ഇതാ നല്ലൊരു കാട് പോലത്തെ ഒരു സ്ഥലത്ത് കൂടെ പോവുകയാണ്. നല്ല രസമില്ലേ, അപ്പുറം ഇപ്പുറം ചുറ്റും കാടായിട്ട് ഇനി നടുക്കൂട്ട റോഡായതുകൊണ്ട് നല്ല രസമുണ്ട്. അപ്പോൾ അടുത്തത് എവിടത്തേക്കാണ് പോകുന്നതെന്നുള്ളത് അടുത്ത വ്ളോഗായിട്ട് വരാം. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ പാർട്ട് 2 ആയിട്ട് വരുന്നവരെ ബൈ ഗായ്സ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ഗായ്സ്.